വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുടത്ത്. ഭദ്രകാളിക്ക് കളം ഇടുന്നത് അറിയാത്തവരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് ഏകദേശം ഒരു ഐഡിയ ഇന്ന മാതിരിയാണെന്നുള്ളത് മനസ്സിലാക്കി തരികയാണ്. തീരെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് മാത്രമാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. കളമിടുന്നതിന് ഇതേപോലെ ഒരു വടിയെടുത്ത് സഹായം വരും. ഇതിന് പറയാം പാന്തക്കോല് എന്ന്. പാന്തക്കോല് ഇത് തെങ്ങിൻ്റെ അടിപ്പട്ടയുടെ അതിന്ന് കീറിയെടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണത്. അങ്ങനെ എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ വീതി കുറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാന്തക്കോല് എന്ന് പറയും. കളടാൻ ഉപയോഗിക്കുന്ന കോലിന് പാന്തക്കോല് എന്ന് പറയും. അപ്പോൾ ഇതില്ലെങ്കിൽ കൈ കൊണ്ടിടാം, എന്നാലും ഒന്നും കൂടി വൃത്തിയാവുക ഇങ്ങനെ ഇതിൽ കൂടി വരയ്ക്കുമ്പോഴാണ്. പൊടി ഇതിലേക്ക് ഇടും. പൊടി ഇതിൽ നിന്ന് ഇട്ടിട്ട് ഇങ്ങനെ കൈക്കൊണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കും. അപ്പോൾ അത് ആ കളത്തിലേക്ക് കറക്റ്റായിട്ട് വീഴും. അപ്പോൾ ഈ സ്കെയില് പോലുള്ള ഈ ഇത് ഉണ്ടാക്കലാണ് ആദ്യം. കളം ഇടുന്നതിന് മുൻപ് ഉമിക്കരി ഇതേപോലെ പരത്തണം. ഉമിക്കരിയാണ്. ഉമിക്കരി കൊണ്ട് ആദ്യം കളടാനായിട്ട് ആദ്യം വിളക്ക് വെച്ചിട്ടുണ്ട്. 5 തിരിയിട്ട് വിളക്ക് വെച്ചു. ആ വിളക്ക് വെച്ചിട്ട് നമ്മൾ ഗുരുക്കന്മാരനൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ കളടാനുള്ള ആരംഭമായി. അപ്പോൾ അതിനെ ആദ്യം ഉമിക്കരി കൊണ്ട് നമ്മളതിനൊരു പ്രതലുണ്ടാക്കി. ഇനി ഇതിലാണ് അരിപ്പൊടി കൊണ്ട് നമ്മളതിന് കളം വരയ്ക്കുക. ഇനിയിപ്പോൾ അന്തക്കോലുമേ ഇതപ്പോൾ ഫ്രെയിമാക്കി ഒരു 4 വര വരച്ച് അതിൽ ഒരു ബ്ലോക്ക് ഇതാക്കി. ഇനി ഇതിൽ എടുത്തിട്ട് അരിപ്പൊടി എടുത്തിട്ട് 16 ഭദ്രകാളിക്കാണ് കളറുന്നത്. ഇതേപോലെ ആദ്യ വര നമ്മൾ വരയ്ക്കും അരിപ്പൊടി ഇടുന്നതിൽ. അങ്ങനെ രണ്ടാമത് ഈ നടുക്കിൽ വരട്ടുള്ളതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വരങ്ങി വരച്ചു. അടുത്ത് ഒരെണ്ണം എടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് സമം വരാവും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അങ്ങനെ 16 കള്ളി. ഇനി ഈ 16 കള്ളിയിൽ നമുക്ക് ഇതിൻ്റെ വീതം ഒന്ന് ഡിസൈൻ ചെയ്യാം. നോക്കാം. നമ്മളിപ്പോൾ അരിപ്പൊടി കൊണ്ട് ആദ്യം ഉമിക്കരി കൊണ്ട് അങ്ങനെ പരത്തി ഒരു പ്രതലുണ്ടാക്കി. അതിൻ്റെ മീതെ അരിപ്പൊടി പാന്തക്കോലിൽ അരിപ്പൊടി എടുത്തിട്ട് എന്നിട്ട് 16 കളത്തിൽ ആദ്യം ഇവിടുന്ന് ഇങ്ങനെ 4 ഇങ്ങനെ വര വരച്ച് അതിങ്ങനെ മുട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് സെൻട്രലിൽ നിന്ന് അങ്ങോട്ട് ഒരെണ്ണം പിടിച്ചു അരിപ്പൊടി ഇട്ടിട്ട്. അടുത്തത് ഇവിടുന്ന് അങ്ങോട്ട് വെച്ചു. വീണ്ടും അരിപ്പൊടി പാന്തക്കോലിൽ എടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വെച്ചു. അതേപോലെ തന്നെ പാന്തക്കോലിൽ അരിപ്പൊടി എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ആദ്യം പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അരിപ്പൊടി എടുത്തു രണ്ടാമത് അങ്ങോട്ട് വെച്ചു. ഇതിലെങ്ങനെ വെച്ചു. വീണ്ടും അരിപ്പൊടി എടുത്തു. ഈ ഭാഗത്ത് കിടക്കുന്ന ഇവിടെ ഫ്രീ ആയിരുന്നു, ഉടനെ ഇങ്ങോട്ടും വരച്ചു. അങ്ങനെ വരച്ച് നോക്കുമ്പോൾ 16 കള്ളിയായി. ഇപ്പോൾ ഇതിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പം അങ്ങനെ 16 കള്ളിയായി. ഈ 16 കള്ളിയിലാണ് നമ്മളിനി കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഡിസൈൻ ചെയ്യുക, കളർ കൊടുക്കാം. ആദ്യം നമ്മൾ 16 കള്ളിയിൽ കളട്ടു. ആ 16 കള്ളിയിൽ കളട്ടതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഓരോ വരയും കൂടി മുറിച്ചു. പിന്നെ ഇത് ആ 16 കള്ളീനെ ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഫ്രെയിമിനെ, കളത്തിനെ. അത് കഴിഞ്ഞ് ഇതിൻ്റെ മീതിയും ഇനി ഇതേപോലെ തന്നെ അലങ്കാരങ്ങൾ നടത്താം. നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ പൂവുകളോ മറ്റ് എന്ത് വേണമെങ്കിലൊക്കെ ഇതിൻ്റെ മീത് സൈഡിലൊക്കെ ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ചുരുക്കം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടായാൽ മതി. കളറ് ഇടുന്നു. ചുവന്ന പൊടി കൊണ്ട് ചുണ്ണാമ്പ്
മഞ്ഞൾപ്പൊടിയും അധികം വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയതാണത്. പിന്നെ ചുവന്ന പൊടി, വേറെ സിന്ദൂര ഇത്യാദികളൊന്നും ഇതിലിടില്ല, കളത്തിലിടില്ല. ഇനി ഇടുമ്പോൾ അരിപ്പൊടിയുമിലേക്ക് അധികം കയറി പിടിക്കരുത്, പരമാവധി ശ്രദ്ധിക്കണം. അങ്ങനെ ആയാലും കയറിയാലും അരിപ്പൊടി ഇട്ടിട്ട് അത് ക്ലിയർ ആക്കാവുന്നേ ഉള്ളൂ. ഈ നടുകള്ളിയിൽ 4 ചുവന്ന കളർ ഇട്ടു. ഇതിലും ചുവപ്പിടാം, ചുവപ്പ്, ഇതിലും ചുവപ്പ്. ഇനി ഇതിൽ മഞ്ഞ, ഇതിൽ പച്ച ഇടാം. നമ്മളിതാ ആദ്യം 16 കള്ളി ഇട്ടു. പിന്നെ അതിൻ്റെ മീതെ നമ്മൾ ഓരോ വരങ്ങളും വരച്ചു. എന്നിട്ട് അതിൽ കളർപ്പൊടി ഇട്ടേക്കണം, ചുവപ്പ്, പച്ച, മഞ്ഞ, അങ്ങനെയൊക്കെ. അതായിട്ട് അതിൻ്റെ മീതെ വേറെ വീതി ഒരു വൃത്തല്ല, അതിൻ്റെ മീതി ആ 16 കള്ളിയുടെ മീതെ വേറെ നമ്മൾ കളറിട്ടുണ്ടായിരുന്നു. അതിലിതാ പൊടികൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീതെ വെറുതെ ഒരു ഡിസൈൻ പോലെ ഒന്നിങ്ങനെ നമ്മൾ പൊടികൾ ചേർത്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ കാണാനായിട്ട് ഒരു ഭംഗിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഭംഗി വേണ്ടേ. അപ്പം അങ്ങനത്തെ ഒരു കളം നമ്മളിത് അവിടെ തയ്യാറാക്കി. നമ്മൾ കളത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് 16 കള്ളി ഉണ്ടെന്ന് പറഞ്ഞു. 16 കള്ളിയിലേക്കും 16 ഇലക്കഷ്ണം നമ്മൾ മുറിച്ചിട്ടുണ്ട്. വാഴല, ആ വാഴയിൽ നിന്ന് നമ്മൾ വീതി കുറച്ചിട്ട് അത് ഇങ്ങനെ കഷ്ണമാക്കി മുറിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ 16 എണ്ണത്തിലും വയ്ക്കണം. ഈ 16 കള്ളിയിലും ഇങ്ങനെ ഇലക്കഷ്ണം വെച്ചിട്ട് വേണം ഇതിൽ അരി നെല്ലൊക്കെ വെക്കാനായിട്ട്. അരി നെല്ല് പുഷ്പം എന്തൊക്കെ വെച്ചിട്ട് പിന്നീട് വേണം നമുക്കതിന് കർമ്മം ചെയ്യാനായിട്ട്. ആ 16 എണ്ണത്തിൽ 16 കള്ളിയിൽ 16 ഇലക്കഷ്ണം വെച്ചു. ഈ 16 എണ്ണത്തിലും നമ്മളത് അരി നെല്ലിട്ടുണ്ട്. അരി നെല്ല് മിക്സ് ചെയ്തിട്ടതാണ്. നെല്ല് ആദ്യം ഇടാം, പിന്നെ അരി ഇടാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇടാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഇതേപോലെ തന്നെ ഇടാം.
അപ്പം നമ്മൾ പൂജ ചെയ്യാനായിട്ട് പഞ്ചാർച്ചന പൂജ ചെയ്യാനായിട്ട് ഇതാ 2 കിണ്ടിയുണ്ട്. കിണ്ടിയിൽ വെള്ളമുണ്ട്. ഇത് തീർത്തുണ്ടാക്കുന്ന കിണ്ടിയാണ്. പുണ്യാഹം ഉണ്ടാക്കുക, ഇതുകൊണ്ട് പൂജിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ കഴുകണമെങ്കിൽ ഇതുകൊണ്ടൊന്ന് നനയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ കിണ്ടി ഒരു ശംഖ് വേണം. ഇതിലിങ്ങനെ തീർത്ഥം പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ട് ഇത് തന്നെ പൂജിക്കുക. അപ്പോൾ ഇവിടെ അതേപോലെ ഇതാ ചന്ദനമാണ് ഉള്ളത്. അപ്പോൾ ചന്ദനമുണ്ട്, നമുക്ക് പൂജിക്കാനായിട്ട് ചന്ദനമുണ്ട്. അതേപോലെ തന്നെ ധൂപം, പിന്നെ അതാ ദീപം, പിന്നെ പുഷ്പം, പിന്നെ നിവേദ്യം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്ര സാധനങ്ങളാണ് പൂജകൾ ചെയ്യുമ്പോൾ. ആരുടെ പൂജയാലും ശരി, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന പൂജയ്ക്ക് ആ ദേവിക്ക് കളട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പൂജിക്കണം. കളയില്ലെങ്കിലും പ്രതിഷ്ഠാനും ശരി അവർക്ക് പൂജിക്കണം. അപ്പോൾ ഇവിടെ ഗുരുവിനെ പൂജിച്ചു, അതേപോലെ തന്നെ ഗണപതിക്ക് പൂജിച്ചു, ഗണപതിക്ക് നിവേദ്യം വെച്ചു. ഇനി ഭദ്രകാളിക്ക് പൂജിക്കുകയാണ്. ഓം ഐം ക്ലീം ഭദ്രകാളി നമഃ. ഓം ഐം ക്ലീം ഭദ്രകാളി നമഃ. ഓം ഐം ഗന്ധം കൽപ്പയാമി. ഓം ആകാശാൽപ്പന പുഷ്പം കൽപ്പയാമി. ഓം വായുവാൽപ്പന ധൂപം കൽപ്പയാമി. ഓം ബ്രഹ്മജ്ഞാൽപ്പന ദീപം കൽപ്പയാമി. ഓം ഠം അമൃതാൽപ്പന നൈവേദ്യം കൽപ്പയാമി. നൈവേദ്യം കൽപ്പയാമി. ഓം 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 ഭൂർഭുവസ് അമൃതോ രണമസി. ഓം പ്രാണായ സ്വാഹ. ഓം അപാനായ സ്വാഹ. ഓം വ്യാനായ സ്വാഹ. ഓം ഉദാനായ സ്വാഹ. സമാനായ സ്വാഹ. ഓം സർവാൽപ്പന നൈവേദ്യം സമർപ്പയാമി. ഓം ദേവി. ഓം 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 ഭദ്രകാളി നമഃ. ഓം ആവാഹായ ആവാഹായ. ഓം രുദ്രസുതായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഃ കാളീ പ്രചോദയാത്.